സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി പൊതുജനങ്ങളിൽ വലിയ ജനപ്രീതി നേടി മുന്നേറുകയാണ്. യാത്രാ ചെലവ് കുറയുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുകയും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പ്രഖ്യാപനങ്ങളുടെ കയ്യടികൾക്കപ്പുറം ഈ പദ്ധതിയുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിജയത്തെയും സാമ്പത്തിക സുസ്ഥിരതയെയും സംബന്ധിച്ച് ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ ഭരണരംഗത്തു നിന്നും സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും ഉയരുകയാണ്. പദ്ധതി മൂലം കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം പൂർണ്ണമായും നികത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന്മേലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. നഷ്ടം എങ്ങനെ കണക്കാക്കും? എത്ര ഇടവേളകളിലാണ് സർക്കാർ ഈ തുക കെഎസ്ആർടിസിക്ക് കൈമാറുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പൊതുധനം വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് സർക്കാരും കെഎസ്ആർടിസിയും തമ്മിൽ വ്യക്തമായ നിയമപരമായ ധാരണാപത്രം ഉണ്ടോ എന്ന് വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ വലിയൊരു പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ് മേഖലാ പദ്ധതി വലിയ പ്രതിസന്ധിയിലാണ്. ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ആരംഭിച്ചതോടെ യാത്രക്കാരുടെ വലിയൊരു വിഭാഗം കെഎസ്ആർടിസിയിലേക്ക് മാറിയെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പരാതി. തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ വഹിക്കണമെന്നാവശ്യപ്പെട്ട് പല ജില്ലകളിലും ബസ് ഉടമകൾ സമരരംഗത്താണ്. ഒരു വിഭാഗത്തിന്റെ ക്ഷേമം മറ്റൊരു വിഭാഗത്തിന്റെ ഉപജീവനത്തെ ബാധിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നാണ് ഉയർന്ന വാദം. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീക്കും ദിവസവേതനത്തിന് തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീക്കും ഒരുപോലെ ആനുകൂല്യം നൽകുന്നതാണോ യഥാർത്ഥ ക്ഷേമം എന്ന ചോദ്യവും പ്രസക്തമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവയ്ക്ക് മുൻഗണന നൽകി ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അത് കൂടുതൽ നീതിപൂർവവും സാമ്പത്തികവുമായി സുസ്ഥിരവുമാകുമായിരുന്നു. കർണാടകയിലെ ശക്തി പദ്ധതിയും തമിഴ്നാട്, ഡൽഹി, പഞ്ചാബ് എന്നിവിടങ്ങളിലെ സമാന പദ്ധതികളും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആ സംസ്ഥാന ഖജനാവുകൾക്ക് ഉണ്ടാക്കുന്നത്. ലക്സംബർഗ്, എസ്റ്റോണിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയത് ഒറ്റപ്പെട്ട രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളായല്ല, മറിച്ച് ദീർഘകാല ഗതാഗത നയം, സർക്കാരിന്റെ സാമ്പത്തിക ശേഷി എന്നിവയെ സമന്വയിപ്പിച്ചായിരുന്നു. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഒരു ധവളപത്രം പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പദ്ധതിയുടെ വാർഷിക ചെലവ്, ഗുണഭോക്താക്കളുടെ എണ്ണം, കെഎസ്ആർടിസിക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തിന്റെ രീതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ സ്വാധീനം, 5 വർഷത്തെ സാമ്പത്തിക ബാധ്യത എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഉത്തരവാദിത്തവും നയപരമായ ദീർഘവീക്ഷണവുമാണ് നല്ല ഭരണത്തിന്റെ അടയാളം. പ്രിയദർശിനി പദ്ധതിക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു അധ്യായമാക്കാൻ സാധിക്കണമെങ്കിൽ ധനകാര്യ അച്ചടക്കം കൈകോർത്തേ മതിയാകും.